അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മദായിൻ സ്വാലിഹ് എന്നുള്ളൊരു സ്ഥലത്തിന്റെ ചരിത്രമാണ്. നിങ്ങൾ പഠിച്ച് കേട്ടിട്ടുണ്ടാവും. സൗദി അറേബ്യയില് അല്ലൂല എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പോയിട്ടില്ലേ? ആ സ്ഥലത്തിലുള്ള മദായിൻ എന്ന് പറയുന്ന ഒരു പ്രദേശം പണ്ടൊരു ചരിത്രമാണ്. നമ്മൾ ഓൾറെഡി ഇപ്പം പ്രോഫിറ്റ്സിന്റെ സ്റ്റോറീസ്, എത്ര പ്രോഫിറ്റ് സ്റ്റോറീസ് പഠിച്ചു? 3. ഏതൊക്കെയാണ് അബ്ദു? ഹൂദ് നബിയുടെ. ഇതിപ്പോ നമ്മൾ 4ാമത്തെ ചരിത്രം സ്വാലിഹ് നബിയുടെ പറയാൻ പോവാണേ. അപ്പോ പണ്ട് മദായിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കുറെ മനുഷ്യർ ജീവിച്ചിരുന്നു. അവരുടെ ഗോത്രം സമൂദായിരുന്നു. സമൂദ് ഗോത്രത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. അപ്പൊ ഈ ഗോത്രത്തിന്റെ പേര് ഓർത്തിരിക്കുക, സമൂദാണ്. സ്ഥലം മദായിനാണ്. അവരുടെ പിന്നെ ആരാധന എന്ന് പറഞ്ഞാല് അവര് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആളുകളായിരുന്നു. ഓക്കെ, അവര് ഈ മദായിൻ എന്ന് പറയുന്ന നിങ്ങൾ പോയ സ്ഥലത്തിൽ വലിയ മലകൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ സാധാരണ കാണുന്ന മലകളല്ല, വലിയ വലിയ എന്ന് പറഞ്ഞാല് അതായത് ഒറ്റ പാറ കൊണ്ടുള്ള വലിയ മലകൾ അല്ലെ, ഒറ്റ പാറയിലുള്ള വലിയ മലകൾ, അങ്ങനത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പാറമലകളാണ് ഈ മദായിൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. അപ്പോ ഈ ആളുകൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ പാറകൾ ഷേപ്പ് ചെയ്ത് അതിനെ തുരന്ന് അവിടെ അവർ വീടുണ്ടാക്കി താമസിച്ചിരുന്നു. നിങ്ങൾ പോയപ്പോൾ അവിടെ വീടുകൾ, പാറയുടെ ഉള്ളിലെ വീടുകൾ കണ്ടിട്ടുണ്ടാവും. ആ വീട്ടിൽ അവർ റൂമുകൾ ഉണ്ടാക്കിയിരുന്നു, കിടക്കാനുള്ള കട്ടിലും. പക്ഷെ ഇതെല്ലാം പാറ വെച്ചിട്ട് തന്നെയാണ്, മനസ്സിലായില്ലേ? കിടക്കുന്ന എല്ലാം പാറയുടെ പുറത്ത് തന്നെയാണ്. പക്ഷെ ഈ പാറ ഒറ്റ പാറയാണ്, അതിന്റെ വലിയ മലകളാണ്. അതിലാണ് ഇവർ ഈ ഭയങ്കര അതെല്ലാം തുരന്ന് വീടുകൾ ഉണ്ടാക്കിയത്. പാറയുടെ ഉള്ളിലെ വീട്, വലിയ വലിയ പാറയുടെ ഉള്ളിലെ വീട്. ഓക്കെ, അപ്പോൾ ഈ വീടുകളുടെ ഉള്ളിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഇവരാരെയും മൈൻഡ് ചെയ്യില്ലായിരുന്നു, ഒരാളെയും ശ്രദ്ധിക്കാത്ത, ആരെയും വകവയ്ക്കാത്ത ആളുകളായിരുന്നു. അവർക്ക് ഭയങ്കര അഹങ്കാരമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർ വലിയ ആളുകളാണല്ലോ. കാരണം ഇത്ര വലിയ പാറ തുരന്ന് വീടുണ്ടാക്കുന്ന ആളുകളും ആ പാറയെ ഷേപ്പ് ചെയ്യുന്ന വലിയ വലിയ കോട്ടകളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണല്ലോ. അപ്പൊ അവർക്ക് അതിന്റെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊന്നിനെയും വകവെക്കൂലായിരുന്നു. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളൊക്കെ അവർ മറന്നു കളഞ്ഞു. എന്നിട്ട് അവർ വിചാരിച്ചു ഇതൊക്കെ ഞങ്ങളുടെ കഴിവാണ്, ഇത് ഞങ്ങളുടെ മാത്രം കഴിവുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. അപ്പോ ഇവരുടെ ഈ അഹങ്കാരം അതിര് കവിഞ്ഞപ്പോ ഇവര് ഈ അള്ളാഹുവിനെ മാത്രമല്ലേ ആരാധിക്കാൻ പാടുള്ളൂ. കാരണം ഇത്രയും അനുഗ്രഹം നൽകിയ അള്ളാഹുവിനെ ആരാധിക്കാതെ മറ്റു പലതിനെയും ആരാധിച്ചും അഹങ്കാരം അതിര് കവിഞ്ഞപ്പോ അള്ളാഹു എന്ത് ചെയ്തു? എപ്പോഴത്തെയും പോലെ ഒരു പ്രോഫറ്റിനെ അങ്ങോട്ട് പറഞ്ഞുവിടുക. അവരിൽ നിന്നുള്ള തന്നെ ഒരു പ്രോഫറ്റ്, സ്വാലിഹ് എന്നാണ് പേര്. ആ സ്വാലിഹ് നബി അങ്ങനെ നബിയായി സ്വാലിഹിനെ അയച്ചു. സ്വാലിഹ് നല്ല മനുഷ്യനായിരുന്നു, സത്യസന്ധനായിരുന്നു, എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ളൊരു മനുഷ്യനുമായിരുന്നു. ഓക്കെ, അപ്പോഴാണ് അള്ളാഹു നബിയായിട്ട് അങ്ങനെ സെലക്ട് ചെയ്യുന്നത്. സ്വാലിഹ് നബി തൻ്റെ ജനങ്ങളോട് പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവിൻ, മറ്റൊന്നിനെയും നിങ്ങൾ ആരാധിക്കരുത്. അങ്ങനെ ആരാധിച്ചാൽ നിങ്ങൾ നഷ്ടത്തിലായി പോകും, നിങ്ങൾ നഷ്ടക്കാരായി പോകും അല്ലേ? അപ്പോൾ സ്വാലിഹ് നബിയാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്ത്? നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാം, മറ്റെന്തെങ്കിലും ആരാധിച്ചാൽ നിങ്ങൾ നഷ്ടക്കാരായി പോകും എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത്ര നാൾ സ്വാലിഹ് നബീനെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ സ്വാലിഹ് നബി ഇങ്ങനെ പടച്ചവനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ അവർക്ക് വെറുപ്പാകാൻ തുടങ്ങി. അവർ സ്വാലിഹ് നബിനെ വെറുത്തു, കുറ്റപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി, ഉപദ്രവിക്കാനും തുടങ്ങി. എന്നാൽ അദ്ദേഹം അവരോട് ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾക്ക് ഗുണം വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, സാലിഹേ, നിന്നെ ഞങ്ങള് വിശ്വസിക്കൂല. നിന്നെ വിശ്വസിക്കണമെങ്കിൽ ഇതാ ആ കാണുന്ന ഒരു വലിയ പാറ ഉണ്ടോ, ആ പാറയിൽ നിന്ന് നീ ഒരു ഒട്ടകത്തെ കൊണ്ടുവരാൻ പറയും. പാറയുടെ ഉള്ളിൽ നിന്ന് നീ ഒരു ഒട്ടകത്തെ കൊണ്ടുവരാൻ പറയും. സ്വാലിഹ് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ഒരു അള്ളാഹു കൊടുക്കുന്ന മോജിസത്താണത്. അതായത് നബിമാരെ ജനങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, നബിമാരെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? അത് നബി പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഒട്ടകം പുറത്തു വന്നു, നല്ലൊരു ഭംഗിയുള്ള ഒട്ടകം. അപ്പോൾ ഇതൊരു ദൃഷ്ടാന്താണ്. ആര് കൊടുത്തത്? വേറൊരു മനുഷ്യനും ഇത് ഉണ്ടാക്കാൻ കഴിയില്ലല്ലേ? പാറയുടെ ഉള്ളിൽ നിന്ന് ഒട്ടകത്തെ കൊണ്ടുവരാൻ പറയുമ്പോൾ പ്രാർത്ഥിച്ച ഒട്ടകത്തെ കൊണ്ടുവരാൻ കഴിയും? ഇല്ല. അപ്പൊ ഈ ഒരു ദൃഷ്ടാന്തം, മഹാദൃഷ്ടാന്തം കണ്ടിട്ടും ഈ സമൂത് ഗോത്രക്കാര് അഹങ്കാരം കൊണ്ട് അതിനെ തള്ളിപ്പറഞ്ഞു. അവര് പറഞ്ഞു, സ്വാലിഹേ, നീ ഒരു മാജീഷ്യനാണ്, നീ മാജീഷ്യൻ ആയതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടൊന്നും ഞങ്ങളുടെ ഈ
എന്ത് ചെയ്യില്ല, വിശ്വാസം ഞങ്ങൾ മാറ്റിവെക്കില്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെ ഞങ്ങളുടെ വിശ്വാസം കൊണ്ടുപോകുമെന്ന് പറയും. അപ്പൊ അവര് പലതിനെയും വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു, പലതിനോട് നേർച്ച വഴിപാടുകളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അവരെന്താണ് ഇതിന് ന്യായം പറയണെന്ന് വെച്ചാല്, ഇത് ഏറ്റവും സൃഷ്ടാവായ വലിയൊരു ദൈവമുണ്ട്, ആ ദൈവത്തെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാ പറഞ്ഞത്. അപ്പോ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഷിർക്കല്ലേ? അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് നേർച്ചയും വഴിപാടും ഒക്കെ നടത്തുന്ന ഷിർക്ക് തന്നെ. അപ്പോൾ അത് അള്ളാഹു പൊറുക്കാൻ പറ്റാത്തൊരു പാപമാണ്. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ച് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നതും നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നത് അള്ളാഹുവാണ്. നമ്മളെ സൃഷ്ടിച്ചതും പരിപാലിക്കണം ഒക്കെ അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിന് മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ. അത് അള്ളാഹുവിന്റെ അവകാശമാണ് അല്ലേ? അള്ളാഹുവിന് നമ്മൾ കൊടുക്കേണ്ട പിന്നെ അവകാശമാണ്. അപ്പൊ അത് മാറ്റി കൊടുത്തറിഞ്ഞാൽ അള്ളാഹുവിനും എന്ത് ചെയ്യാൻ കഴിയില്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് അള്ളാഹുവിന് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെ ഒരു ദൃഷ്ടാന്തം വന്നിട്ടും അവർ വിശ്വസിച്ചില്ല, അംഗീകരിച്ചില്ല. അവർ കളിയാക്കാൻ തുടങ്ങി സ്വാലിഹ് നബീനെ. അവസാനം എന്ത് ചെയ്യുന്നറിയോ? അവർ ഈ ഒട്ടകത്തെ കൊലപ്പെടുത്തി കൊന്നളഞ്ഞു. ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു അയച്ച ഒട്ടകത്തെ അവര് കൊന്നു. അപ്പോ എന്നിട്ട് പറഞ്ഞു ഞങ്ങളെല്ലാം കൊന്നേന്ന് കള്ളം പറഞ്ഞു. പക്ഷെ അള്ളാഹുവിനെല്ലാം കാണാൻ കഴിയില്ലേ? ഈ ലോകത്തൊരു ഇല അനങ്ങിയാൽ പോലും അല്ലേ, ഒരു ഉറുമ്പിനെ പോലും അല്ലെങ്കിൽ ഒരു എന്ത് അത്ര പിന്നെ നമ്മൾ കാണാൻ കഴിയാത്ത, നമുക്കറിയാൻ കഴിയാത്തതും എല്ലാം അള്ളാഹു കാണുന്നുണ്ട്. അപ്പൊ അള്ളാഹു അതറിഞ്ഞു. അള്ളാഹുവിൽ നിന്ന് ഒളിച്ചു വെക്കാൻ ആർക്കും പറ്റൂല അല്ലെ? എത്ര കള്ളം പറഞ്ഞാലും ഒന്നും അള്ളാഹുവിനെ ഒളിച്ചു വെക്കാൻ കഴിയില്ല. അള്ളാഹു അവരെ വെറുതെ വിട്ടതുമില്ല. ഒരൊറ്റ ഇടി വെട്ടുന്ന സൗണ്ട് ഇല്ലേ, ഇടിയുടെ സൗണ്ട്, ഇടി സൗണ്ട്, ഭയങ്കരമായിട്ടുള്ള സൗണ്ട്, നമ്മുടെ ഇയറിന്, നമ്മുടെ ചെവിക്ക് താങ്ങാൻ പറ്റാത്ത അതിഭയങ്കരമായിട്ടുള്ള, നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റാത്ത അതിഭയങ്കരമായിട്ടുള്ള ഒരു ഇടി സൗണ്ട്, ഇടിനാഥം വന്നു. ആ സൗണ്ടിൽ എല്ലാം തകർന്ന് നശിച്ചു പോയി. ഒരാളും അവിടെ ബാക്കിയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ സ്വാലിഹ് നബീനെ രക്ഷപ്പെടുത്തി. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന നല്ല ആളുകളെയും വിശ്വസിച്ച ആളുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തി. ഇതാണ് സ്വാലിഹ് നബീന്റെ കഥ, ചുരുക്കത്തിൽ പറയുന്നതാണ് കേട്ടോ. അപ്പോ നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ, സ്വാലിഹ് നബി ജീവിച്ചിരുന്ന ആ സ്ഥലത്തിന്റെ പേരെന്താ? മദായിൻ. മദായിൻ എന്ന് പറയുന്നത് മദിയൻ എന്ന് പറയാം, മദായിൻ അല്ലെ മദിയൻ. ഓക്കെ, മദിയനിൽ ജീവിച്ചിരുന്ന ആ സമൂഹത്തിന്റെ പേരെന്താ? ഏത്? സൗറ, സമൂദാണ്. സമൂദ് ഗോത്രക്കാരാണ് അവിടെ ജീവിച്ചിരുന്നത്. പിന്നെ ഈ ആരെയാണ് അവര് മായാജാലക്കാരൻ, മജീഷ്യൻ എന്നൊക്കെ വിളിച്ചത്? സ്വാലിഹ് നബീനെ. സ്വാലിഹ് നബിക്ക് എന്ത് മോചിതത്താണ് അള്ളാഹു നൽകിയത്? ഓക്കെ. സമൂദ് ഗോത്രം നശിക്കാനുള്ള ഒരു കാരണം എന്താ? ഓക്കെ. പക്ഷെ അവരെ നശിപ്പിക്കാനുള്ള റീസൺ എന്താ? ഒട്ടകത്തിനെ കൊല്ലുകയും ചെയ്തു, പിന്നെ വേറെ ആൾക്കാരൊക്കെ വേറൊരു ഇങ്ങനത്തെ കല്ലുകളൊക്കെ പിടിച്ച് ആരാധിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോ അതൊക്കെയാണ് അതിന്റെ റീസൺ അല്ലേ? പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് എങ്ങനെയാണ് അവരുടെ ശിക്ഷ വന്നത്? ഒരു ഇടീന്റെ സൗണ്ട് നമ്മുടെ ബോഡിക്കും നമ്മുടെ ചെവിക്കൊന്നും താങ്ങാൻ പറ്റാത്ത വലിയൊരു ഇടിനാഥം അല്ലേ? അതോടുകൂടി എല്ലാം നശിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇൻഷാ അല്ലാ അടുത്ത ദിവസം അടുത്ത സ്റ്റോറി ആയിട്ട് വരാട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ.